ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 35 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. ഇതിപ്പോൾ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ വന്നാൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. അറബിക്കടലിന് സൈഡായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട പണിതത്. ഈ കോട്ടയിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. 1645-നും 1660-നും ഇടയ്ക്ക് കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദന്നൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക്കാണ് ഈ കോട്ട പണിതത്. അതല്ല, കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കിപ്പണിതതാണെന്നും ചില ചരിത്ര ഗവേഷകന്മാർ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്തുണ്ടായതാണ് എന്നാണ്. 1763-ൽ ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കീഴടക്കി. ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ കോട്ട തുളുനാടിന്റെയും മലനാടിന്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിന്റെ കാലത്തിനു ശേഷം 1791-ൽ ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഈ കോട്ടയിൽ കുറെ നിരീക്ഷണ ഗോപുരങ്ങളുണ്ട്. ഭൂമിക്കടിയിൽ തുരങ്കവുമുണ്ട്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരത്തിന് 9 മീറ്ററിൽ കൂടുതൽ ഹൈറ്റും 24 മീറ്റർ ചുറ്റളവുമുണ്ട്. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും പുറത്ത് ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ പണികഴിപ്പിച്ച ഒരു പള്ളിയുമുണ്ട്. ഈ കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 20 രൂപയാണ്. ഫോറിനേഴ്സിന് 250 രൂപയും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ്. കോട്ടയ്ക്കുള്ള പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇവിടേക്ക് ട്രെയിനിൽ വരുന്നവർ ബേക്കൽ സ്റ്റേഷനിൽ ഇറങ്ങാം. ബേക്കൽ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിനിലാണ് വരുന്നതെങ്കിൽ കാഞ്ഞങ്ങാട് ഇറങ്ങാം, അല്ലെങ്കിൽ കാസർഗോഡ് ഇറങ്ങി തിരിച്ച് ഇവിടേക്ക് വരാം. ഇതിന് അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടും പിന്നെ മാംഗ്ലൂർ എയർപോർട്ടുമാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പള്ളിക്കര ബീച്ച് കാണാം. ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ പള്ളിക്കര ബീച്ചിലേക്ക്. ഈ കോട്ടയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ബേക്കൽ ബീച്ച്, ചന്ദ്രഗിരി ഫോർട്ട്, കാപ്പി ബീച്ച്, ഓസ്ദുർഗ് ബീച്ച് എന്നിവ. കാസർഗോഡ് വന്നാൽ കാണാൻ പറ്റിയ വേറെയും ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് റാണിപുരം ഹിൽ സ്റ്റേഷൻസ്, പിന്നെ അനന്തപുര ലേക്ക് ടെമ്പിള്, പിന്നെ സിദ്ധിവിനായക ടെമ്പിൾ, മല്ലം ശ്രീ ദുർഗ പരമേശ്വരി ടെമ്പിൾ, മാലിക് ദിനാർ മോസ്ക്, കോട്ടഞ്ചേരി ഹിൽസ്. ഞാൻ ഈ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോഴെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകാം. വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ് ഇത്. കാണാനുണ്ട്, നല്ല കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വേറെയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. നിങ്ങൾക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഈ ബേക്കൽ ഫുഡിലൊക്കെ അതൊക്കെ പോയി കാണണം, അടിപൊളിയാണ്. ഈ കോട്ടയിൽ വെച്ച് കുറേ സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം സിനിമകളും ഹിന്ദി സിനിമകളും തമിഴ് സിനിമകളൊക്കെ ഈ കോട്ടയിൽ വെച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. അതിൽ ഫേമസ് ആണ് ബോംബെയിലെ പാട്ട്. പിന്നെ വിനീതിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. വീണ്ടും വേറെ വീഡിയോയുമായി വരാം. അതുവരെ ബൈ. താങ്ക്സ്.